വരൂ അമ്മാവ. അമ്മാവ, ഇന്ന് മുതൽ ഇതായിരിക്കും അമ്മാവന്റെ വീട്. ദേവതി, നീ ഇനി ഹോസ്റ്റലിൽ പോകണ്ട. അമ്മാവനുണ്ടല്ലോ ഇവിടെ. ഗോവിന്ദ, അമ്മാവനോട് എല്ലാ സൗകര്യങ്ങളും മോളി ചെയ്തു കൊടുക്കും. എനിക്കെപ്പോഴും നിങ്ങളിവിടെ താമസിക്കാൻ പറ്റിയെന്ന് വരില്ല. അമ്മാവൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും ദേവതിയോട് ചോദിച്ചാൽ മതി. ഞാൻ പുറത്തോട്ട് പോയിട്ട് വരട്ടെ. വരൂ അമ്മാവ. നാഗപ്പൻ, നാഗപ്പനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു സഹായം ആവശ്യപ്പെടാനാണ് ഞാൻ വന്നത്. നാഗപ്പന് സഹായം ചെയ്ത് ശീലമില്ല. സഹായം എന്ന് പറഞ്ഞത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്. നാഗപ്പന്റെ പ്രതിഫലം എത്ര തന്നെ ആയാലും അത് തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഹലോ, വിജയൻ ഹിയർ. രേവതിയുടെ കൂട്ടുകാരിയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ കോളേജിൽ നിന്ന് വരുന്ന വഴി 2-3 റൗഡികൾ ചേർന്ന് രേവതിയെ പിടിച്ചുകൊണ്ട് പോയി. അവരെങ്ങോട്ടാണ് പോയത്? ഫോറസ്റ്റ് ഡിപ്പോയ്ക്ക് അടുത്തുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ ബംഗ്ലാവിന്റെ നേരെയാണ് അവർ പോയത്. നിങ്ങൾ ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, Constable, come on.
എന്നോട് ഇപ്പോഴൊന്നും ചോദിക്കരുത് മാലതി. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ പൊയ്ക്കൊള്ളാം. എന്താണ് വിജയൻ ഇതിന്റെയൊക്കെ അർത്ഥം? മാലതി, ഞാൻ പറഞ്ഞില്ലേ എന്റെ ജീവിതമായി ഇണങ്ങിപ്പോകാൻ മാലതി കഴിയില്ലെന്ന്. ഏത് നിമിഷവും പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടേക്കാവുന്ന ഒരു കള്ളക്കടത്തുകാരനാണ് ഞാൻ. ഇപ്പോൾ ചെയ്തു തന്ന ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ പോട്ടെ. നിൽക്കൂ. വീണ്ടും പോലീസിന്റെ പിടിയിലേക്കാണോ പോകുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിച്ചേ മതിയാകും. ഇനിയും ഞാനിവിടെ നിന്നാൽ അത് മാലതിയുടെ സൽപ്പേരിനെ കൂടെ ബാധിക്കും. വിജയൻ എന്തിനീ ജീവിതം സ്വീകരിച്ചു? മനഃപൂർവമല്ല, സാഹചര്യം എന്നെ അവിടെ കൊണ്ടെത്തിച്ചു. എന്റെ ജീവിതം ഒരു കറുത്ത അധ്യായമായി മാറിക്കഴിഞ്ഞു. ആരുടെയും ജീവിതം പൂർണ്ണമല്ല വിജയൻ. എന്റെ ജീവിതത്തിലും ചിലതൊക്കെ സംഭവിച്ചു. ഇതൊക്കെ ഉറക്കത്തിൽ കണ്ട ഒരു ദുസ്വപ്നം പോലെ മറന്നേക്കൂ. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ശ്രമിക്കൂ. ഇനിയും എനിക്കതിന് സാധിക്കില്ല മാലതി. ശ്രമിച്ചാൽ സാധിക്കാത്തത് എന്തുണ്ട് വിജയൻ? ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ വിജയനോട് അപേക്ഷിക്കുന്നു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ തിരിച്ചു വരാൻ കഴിയാത്രത്തോളം ദൂരം ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞു. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എനിക്ക് ബലമായ സംശയമുണ്ട്. ഈയിടെയായി നമ്മുടെ കാര്യങ്ങൾ വിജയം വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. അതെല്ലാം വെറുതെ തോന്നുന്നതാണ്. വിജയൻ ഒരു കാലവും നമ്മെ വിട്ടു പോവില്ല. ഏതായാലും സൂക്ഷിക്കുന്നത് നല്ലതാണ്. വിജയനോട് ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. എന്താ മാവ? മറ്റൊന്നുമല്ല, രേവതിയുടെ കല്യാണക്കാര്യമാണ്. അതിനെന്താ, നമുക്ക് നടത്തിക്കളയാം. എന്താ രേവതി? രേവതി ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. നല്ല പയ്യനാണ്. ഓഹോ, അപ്പൊ നിങ്ങളെല്ലാം കൂടെ അങ്ങ് തീരുമാനിച്ചു അല്ലേ? ആട്ടെ, ഞാനും കൂടെ ഒന്ന് കാണുന്നതിൽ വിരോധമുണ്ടോ? ഇന്ന് വൈകിട്ട് വൈഷ്ണവ് ക്ലബിൽ അദ്ദേഹം വരും. ചേട്ടൻ വരൂ. ഷുവർ. ചേട്ടാ, എന്താണിത്? എന്റെ അനിയത്തിയെ സ്നേഹിക്കുന്നു എന്ന് അഭിനയിച്ച് നീ അവളെ നശിപ്പിക്കാൻ ശ്രമിക്കായിരുന്നു അല്ലേ? എന്നോടുള്ള പ്രതികാരം തീർക്കാൻ നീ എന്റെ പെങ്ങളെ കരുവാക്കി. എതിർക്കാമെങ്കിൽ എതിർത്തോ. ചേട്ടാ, നിർത്തൂ. ചേട്ടാ, നിർത്തൂ. നിങ്ങളുടെ വഴക്ക് നിർത്തുന്നുണ്ടോ ഇല്ലയോ? എന്ത് പറ്റി സാർ? ഒന്നുമില്ല.
ചേട്ടാ വിനോദ്, ഇതാണ് എന്റെ ചേട്ടൻ. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? പരിചയപ്പെടുത്തി കഴിഞ്ഞില്ലേ? ഞങ്ങൾ കുറിച്ച് സംസാരിക്കാനുണ്ട്. ദേവതി വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. എന്റെ പാവപ്പെട്ട അനുജത്തി നിന്നെ സ്നേഹിച്ചു പോയതുകൊണ്ട് നിന്നെ ഞാൻ ജീവനോടെ വിടുന്നു. പക്ഷെ ഒരു കാര്യം, ഇനി നീ അവളെ കണ്ടാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ വിവാഹം കഴിക്കുന്നത് രേവതിയായിരിക്കും. അല്ല, വിജയം വന്നു. വിനോദനെ കണ്ടില്ലേ? കല്യാണം നമുക്ക് എന്നത്തേക്ക് നടത്താം? തനിക്കെതിരായി വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും മുറിച്ചു നീക്കി മുന്നോട്ട് പോകുന്ന ഒരു തോണിക്കാരന്റെ ജീവിതമാണ് എന്റേത്. അമ്മാവനതറിയാമല്ലോ. മോൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മാവ, ഇന്നുവരെ രേവതിയുടെ ഒരാഗ്രഹത്തിനും ഞാൻ എതിര് നിന്നിട്ടില്ല. പക്ഷേ ഈ വിവാഹം നടക്കില്ല. ഞാൻ എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കുന്ന എന്റെ അനുജത്തി വേദനിക്കുന്നത് കാണാൻ എനിക്ക് സാധ്യമല്ല. വിനോദിന് എന്താണ് കുറവ്? വിദ്യാഭ്യാസമില്ലേ? പണമില്ലേ? അന്തസ്സില്ലേ? എല്ലാം ഉണ്ടായിരിക്കും രേവതി. പക്ഷെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കാൻ മറ്റു പലതും ആവശ്യമുണ്ട്. വിനോദ് എന്നെ സ്വന്തം ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹവും ഈ ചേട്ടന്റെ സ്നേഹവും തമ്മിൽ ഒരിക്കലും താരതമ്യപ്പെടുത്തരുത് നീതി. ചേട്ടാ, ചേട്ടൻ ഇഷ്ടമില്ലാത്തതൊന്നും എന്റെ അനുജത്തി ആഗ്രഹിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ഒരിക്കലുമില്ല. എനിക്കെന്റെ ചേട്ടനാണ് വലുത്. എങ്കിലും ഒരപേക്ഷയുണ്ട്. മറ്റൊരു വിവാഹത്തിന് ചേട്ടൻ എന്നെ നിർബന്ധിക്കരുത്. രേവതി, അതെ ചേട്ടാ. ഹലോ, രേവതി, വിനോദാണ് സംസാരിക്കുന്നത്. എന്താണ് വിനോദ്? എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. പതിവായി നമ്മൾ ഇരിക്കാറുള്ള സ്ഥലത്ത് ഞാൻ കാത്തു നിൽക്കും. നീ ഉടനെ വരണം. ഈ അസമയത്തോ? എല്ലാം നേരിൽ പറയാം. ഞാൻ നിന്നെയും കാത്തു നിൽക്കും. വിനോദ്, വിനോദ്, ഹലോ, ഹലോ. എന്തിനാ വരാൻ പറഞ്ഞത്? എല്ലാം പറയാം. കാറിൽ കയറൂ. ഞാൻ ചേട്ടനറിയാതെയാണ് വന്നത്. അപ്പോൾ നിനക്കെന്നെ വിശ്വാസമില്ല അല്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. എന്നാൽ കാറിൽ കയറൂ. കയറൂ.